कि पैसा पर, रेवेन्यू पर, संसाधन पर सबसे पहला अधिकार. ഈ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയും പോലെയാണ് നമ്മുടെ നരേന്ദ്രമോദിക്ക് പറ്റിയ ആളാണ് അമിത്ഷാ. മൻമോഹൻ സിംഗിനെയും കുത്തി, കോൺഗ്രസിനെ കുത്തി. അതുപോലെ പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയൊരു സംഭാഷണം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ മംഗല്യം വീട്ടിൽ കയറി മംഗല്യസൂത്രം അടിച്ചു മാറ്റിക്കൊണ്ട് പോവും എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഒരു പിടിയില്ല. കോൺഗ്രസ്സുകാരെ കൊണ്ട് ഈ മംഗല്യസൂത്രം പൊട്ടിക്കാനും കൊള്ളൂല. നമുക്കറിയാമല്ലോ കോൺഗ്രസ് അത് അത്ര മികച്ച ഒരു മംഗല്യം പൊട്ടിപ്പാറൊന്നുമല്ല. അപ്പം വിദ്വേഷ പ്രസംഗം നടത്തുക, ഒപ്പം ഈ രാജ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു അജണ്ട തന്നെയാണ് ബി ജെ പിക്ക് എന്നുള്ളത് നമുക്കറിയാം. ഇതിനിടയ്ക്ക് കറണ്ട് പോയതാണ്. നമ്മൾ കാറിലിരുന്നാണ് എനിക്കിന്നൊരു ഫംഗ്ഷന് വന്നതാണ്. അതിനിടയ്ക്ക് കാറിൽ ഇരുന്നേ പറ്റുള്ളൂ, കാരണം ബഹളങ്ങൾ പ്രശ്നമാണ്. അങ്ങനെ പോട്ടെ. അപ്പോൾ എന്തായാലും ചക്കിക്കത്ത ഈ ഏത് വിധവും ബി ജെ പി അധികാരത്തിൽ വരിക എന്നുള്ള അതായത് അവനവൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറി ഒരു നിലവാരത്തിൽ നിന്ന് താഴേക്കെത്തിയ ഒരു കാലഘട്ടമാണിപ്പം. കാരണം ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രത്യേക ലെവലിൽ നിൽക്കുന്നൊരു പാർട്ടി. തീർച്ചയായിട്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വളരെ ഗുരുതരമായൊരു തെറ്റ് തന്നെയാണ്. കാരണം കോൺഗ്രസ്സുകാരെല്ലാം വീടുകളിൽ കയറി മംഗല്യസൂത്രം പൊട്ടിച്ചുകൊണ്ട് പോവുക, അതുപോലെ കോൺഗ്രസ്സുകാർ സ്വത്തുവകകൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രധാനമന്ത്രി സത്യത്തിൽ മോശം തന്നെയാണത്. നമുക്ക് വേറൊന്ന് യാഥാർത്ഥ്യം പറയാമല്ലോ. ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒരിക്കലും ഇത് പറയാൻ പാടില്ല. കാരണം കോൺഗ്രസ്സുകാരുടെ പ്രകടനത്തിൽ ഈ മംഗല്യസൂത്രം അടിച്ചുകൊണ്ട് വെച്ച് അങ്ങനൊന്നും ഇല്ല. യഥാർത്ഥി ഭയമാണ് നരേന്ദ്രമോദിക്ക്. എൻ്റെ ഒരു കണ്ടിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ കോൺഗ്രസ്സുകാരനോ ബി ജെ പി ഒന്നുമല്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും ഇന്ന് ഭയക്കുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധി ടാർഗറ്റ് ആക്കിക്കൊണ്ടാണ് ശരിക്കും നരേന്ദ്രമോദി ഇത്തരം പ്രസ്ഥാനങ്ങൾ നടത്തുന്നത്. അത് ഇന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് അമിത്ഷാ തള്ളുന്നതും VP നമ്മളെ മൻമോഹൻ സിംഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വാശിയേറിയൊരു ഇലക്ഷൻ തന്നെയാണ്. എല്ലാ നേതാക്കളും താഴേക്കും കൂതറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന സ്റ്റാൻഡേർഡുള്ള പിണറായി വിജയൻ അടക്കമുള്ള സകല നേതാക്കളും വാരി എറിഞ്ഞ് പരസ്പരം കൂതറകളായിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാതെ വയ്യ. കാരണം നരേന്ദ്രമോദി സ്റ്റാൻഡിൽ നിന്നാണ് തുടങ്ങിയത്. നല്ല ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി 400. ഇപ്പം 400ലും ഗ്യാരണ്ടി ഒന്നുമല്ല വിഷയം. ഇപ്പം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും വീഴ്ചയുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പെരുപ്പിക്കുക, അതിനെ കള്ളം പറയുക. നമ്മളെ പിണറായി വിജയനും ഇത് തന്നെ, രാഹുലിനെതിരെ ചീത്ത വിളിക്കുക, തിരിച്ച് രാഹുൽ. എല്ലാ അർത്ഥത്തിലും നമ്മൾ കാണുന്ന മാതൃകാ നേതാക്കൾ ഞാൻ നോക്കിയിട്ട് പരമ കൂതറകളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു രാഷ്ട്രീയവും അവർക്ക് രാഷ്ട്രീയ സുഖത്തിന് വേണ്ടിയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെന്ത് പറയുന്നാലും സാധാരണ ജനം വോട്ടൊക്കെ കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു MP അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ 5 വർഷം എന്ന് പറയുന്നത് VIP പൊസിഷനാണ്. നമ്മളൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയ ഒരു ലെവലിലാണ്. ഇപ്പം ഇതാണ് അധികാരമെന്ന് പറയുന്നത്. ഭയങ്കര മദ്യം കഴിക്കുന്നതിനേക്കാൾ സുഖമുള്ളൊരു കാര്യമാണ്. മത്ത് പിടിപ്പിക്കും, അതല്ലേ പറയാൻ പറ്റുള്ളൂ. മദ്യം ഒരു കുറച്ച് നേരത്തേക്കുള്ളൂ, പക്ഷേ അധികാരം എന്ന് പറയുന്നത് വർഷങ്ങളോളം മത്ത് പിടിപ്പിക്കുന്ന ഒരു സ്ഥാനം തന്നെയാണ്. സമ്മതിച്ചേ പറ്റുള്ളൂ. അതാണ് ഈ കടിപിടി ഈ നമ്മളെ നാട്ടിലെ ഈ കടിപിടി നടക്കുന്ന അത്രയും അധികാരത്തിന് വേണ്ടിയാണ്. അധികാരം കൊണ്ടു നടക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു ഉന്മാദ അവസ്ഥയാണ് ഇപ്പം ഈ കാണുന്ന പേക്കൂത്തുകളെല്ലാം. എല്ലാവർക്കും മിടുക്കന്മാരാവണം. ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം ടാർഗറ്റ്. ജാതിയും മതമൊക്കെ പറയും, നമ്മളാണ് തീരുമാനിക്കേണ്ടത്.